ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ പാർത്ഥന് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ അങ്ങനെ പാചകമൊന്നുമില്ല. നേരം വെളുത്ത് കഴിയുമ്പോഴേ ഉള്ളൂ. അണ്ണനിപ്പം പറയുന്നു നീ കുറച്ച് നേരം കൂടെ കിടന്നു, അവന് ചോറൊന്നും കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ താമസിച്ചാണ് എണ്ണീറ്റെല്ലാം വെക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൊണ്ടാട്ടത്തിന് വേണ്ടി അരിയാണ്. കറണ്ട് പോയി ഗൈസ്, നിങ്ങൾ എന്തെങ്കിലും എൻ്റെ പല്ലേ കാണുന്നുള്ളൂ. ഇന്നേ അമ്പലത്തിലൊക്കെ പോയി, ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് അമ്പലത്തിലൊക്കെ പോയത്. അപ്പൊ അതെന്താണെന്ന് പറയാം, വഴിയേ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ട കൊണ്ടാട്ടത്തിനാ പാവയ്ക്ക അരിഞ്ഞത്. ഇനി മെഴുക്കുവരട്ടിക്ക് അരിയണം. അപ്പൊ ഇത് നമുക്ക് വെയിലത്ത് കൊണ്ടുവച്ചിട്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസമാണ് ഇന്ന് കേട്ടോ. ഇതേ ഉപ്പിട്ട് ഞെവിടണം. ഉപ്പിട്ട് ഞെവിടി വേണം വെയിലത്ത് കൊണ്ടുവെക്കാൻ. അതായത് ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് പ്രത്യേകം പിന്നെ നമുക്ക് ഇടണ്ടല്ലോ. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ക്ഷമിക്കുക അറിയാവുന്നവരുണ്ടെങ്കിൽ. നല്ല വെയിലുണ്ട് ഇപ്പൊ. ഇത് മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് പരട്ടി വെച്ചേക്കുക. മൺചട്ടിക്കകത്ത് വെച്ചേക്കുന്നതേ മറ്റേ നമ്മുടെ അലൂമിനിയത്തിന്റെയും സ്റ്റീലിന്റെയും അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുളി ഇറങ്ങിയിട്ട് പാത്രം അങ്ങ് പന്നലാകത്തില്ലേ. മൺചട്ടിക്കകത്താകുമ്പോൾ വലിയ കുഴപ്പം പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഉപ്പിട്ട് പരട്ടി വെച്ചേക്കുക. അച്ചാറിടാൻ നേരം ആകുമ്പോഴത്തേക്കിന് ഇത് നന്നായിട്ട് വാടിയിരിക്കും. അന്നേരം നമുക്ക് അങ്ങോട്ടിട്ട് പെട്ടെന്ന് ഇങ്ങെടുത്താൽ മതി. ഇതുകൊണ്ട് വെയിലത്ത് കൊണ്ട് വെക്കാം. വെയിലാണ് ഗായ്സ്, അന്യായ വെയിൽ. വെയിലത്ത് ഇറങ്ങാൻ പറ്റില്ല, തല പൊട്ടി പൊളിക്കുന്നു. നമ്മുടെ പാവയ്ക്ക ഭയങ്കര വെയില അമ്മച്ചിയാ. ഇപ്പൊ പിന്നെ ഞാൻ ഈ തലയിൽ തുണി എടുത്തിട്ട് തന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓറഞ്ചിന്റെ തുണി ഉണക്കാൻ വെച്ചേക്കുക. പറക്കിടാം. ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് ഇത് സെറ്റ് ആവുമായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക് എല്ലാം നിരത്തിയിട്ടുണ്ട്. ഇനി അവിടെ ഇരുന്ന് വെയിലത്തിരുന്ന് ഉണങ്ങട്ടെ. വെയിൽ കൊള്ളാൻ വയ്യ, അകത്ത് പോകാം. രാവിലെ ഒരു 10 മണി ആയതേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്കിന് ഇത്രയും വെയിൽ. ഈ പുറത്തൊക്കെ നിന്ന് ജോലി ചെയ്യുന്നവരെ നല്ലതുപോലെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. കറണ്ട് വന്നില്ല. ഇനി നമുക്ക് മെഴുക്കുവരട്ടിക്കരിയാം. കറണ്ട് വരാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. വെട്ടമില്ല. എന്ത് ചെയ്യുമല്ലോ. അപ്പോഴത്തേക്കും എന്തായാലും പോയ ആൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. കറണ്ടിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. കറണ്ട് വന്നു. പിന്നെ നമുക്ക് മെഴുക്കുവരട്ടി മാത്രം വെച്ചാൽ മതിയായിരുന്നു. കാരണം രാവിലെ തന്നെ എല്ലാം ചോറും കറികളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പാവയ്ക്ക ഇരുന്നത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചെന്നാൽ മെഴുക്ക് വരട്ടാം. എനിക്ക് പാവയ്ക്ക മെഴുക്ക് വരട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കഴിക്കും. ഇവിടെ അമ്മയും അത് തന്നെയാണ് കഴിക്കും. ഇവിടെ അണ്ണനും പാർത്ഥനേ ഉള്ളൂ കഴിക്കാത്തത്. പിന്നെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം പറഞ്ഞാൽ നമുക്കങ്ങനെ അത്ര അധികമായിട്ട് നമ്മളങ്ങനെ ആഘോഷിക്കുന്നൊന്നുമില്ല. കാരണം ഫസ്റ്റ് സെക്കൻഡ് ഒന്നും വെഡിങ് ആനിവേഴ്സറി അല്ലല്ലോ. ഇതിപ്പോൾ 10-15 വർഷം ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും ആഘോഷിക്കുന്നതൊന്നുമില്ല. പിന്നെ ഒരു കുഞ്ഞ് കേക്ക് കട്ട് ചെയ്യണം. പിന്നെ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും അണ്ണൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേക്കിൻ്റെ കാര്യം സർപ്രൈസാണ്, പുള്ളി അറിഞ്ഞിട്ടില്ല. അപ്പം കേക്കൊക്കെ രാവിലെ തന്നെ കിട്ടിയായിരുന്നു കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ജോലിയൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. നമ്മളങ്ങനെ എന്തുവാ ആഘോഷിച്ചതൊന്നുമില്ല. ചെറിയ രീതി മാത്രം ആഘോഷിക്കാമെന്ന് കരുതി. അപ്പം ആ സ്പെഷ്യൽ ഡേയുടെ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി പകുതി ജോലിക്ക് പോയേക്കുക. ഇനി വരണം, അന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ആഘോഷങ്ങൾ. ആഘോഷമായിട്ടൊന്നുമില്ല, ഒരു കുഞ്ഞു കേക്ക് കട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഒരു കുഞ്ഞു കേക്ക് കട്ട് ചെയ്യണമെന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അറിയത്തില്ല കേക്ക് വാങ്ങിച്ച കാര്യം. അപ്പോൾ അണ്ണൻ വന്നു കഴിഞ്ഞിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കാം കേട്ടോ.
നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ പകുതി ഇതാണ്ട വന്നു കേട്ടോ, ബാക്കി പകുതി ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ. കുഞ്ഞൊരു കേക്കായിരുന്നു. പിന്നെ എന്താ ഞാനും അണ്ണനും പാർത്ഥനും കൂടി നിന്ന് കേക്ക് കട്ട് ചെയ്തു. അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മ സീരിയൽ കാണുമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ടി വി നിർത്തണ്ടെന്ന് കരുതി ടി വി സൗണ്ട് കുറച്ച് വെച്ചിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ പാർത്ഥൻ പറഞ്ഞ് എനിക്ക് തരാൻ പറഞ്ഞു. അപ്പോൾ അണ്ണൻ പറഞ്ഞു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നിനക്കാണോ തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു. പിന്നെ ഞാൻ അണ്ണന് കൊടുത്തു. അതിനുശേഷം പിന്നെ പാർത്ഥനെ കുറച്ച് കൊടുത്തു. പാർത്ഥന് ഭയങ്കര സന്തോഷമായി കേട്ടോ, കേക്കൊക്കെ കട്ട് ചെയ്ത് അവൻ തുള്ളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് കണ്ട ഫുഡ് മന്തി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അണ്ണന് രാത്രിത്തേക്ക് കഴിക്കാനായിട്ട്. മന്തിയും പിന്നെ അതിൻ്റെ മയോണൈസും ചപ്പറ ചറവറ എല്ലാം അതിൻ്റെ ബാലൻസ് ബാക്കി സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അമ്മയ്ക്ക് കൊടുത്തപ്പം ഭയങ്കര ബിറ്റ്. അമ്മയ്ക്ക് വേണ്ട, അമ്മ പറയാം ഇതിൻ്റെ ചിക്കനൊന്നും കണ്ടിട്ട് കഴിക്കാനേ തോന്നുന്നില്ല, അരപ്പും ഉപ്പും ഒന്നും പിടിച്ചത് കണക്കല്ല, വെളുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, സന്തോഷമായിട്ട് ഇരുന്നു, ഹാപ്പി ആയിട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.